ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ക്രോപ്പ് ടോപ്പ് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. പ്രിൻസസ് കട്ടൊക്കെ വെച്ചിട്ടാണ് ഞാൻ തയ്ക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ മെറ്റീരിയൽ എടുത്തിട്ട് 4 മടക്കിയിട്ടിട്ടുണ്ട്. കറക്റ്റ് സീം അലവൻസ് അടക്കമുള്ള വിഡ്ത്ത് നിങ്ങൾ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെ മെറ്റീരിയൽ വേസ്റ്റ് ആവില്ല. അപ്പോൾ ഞാൻ 11 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് സീം അലവൻസ് അടക്കം. പിന്നെ ഇറക്കം എടുത്തിട്ടുള്ളത് 17 ഇഞ്ചാണ് ഇറക്കം. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 18 ഇഞ്ച് എടുത്തിട്ടുണ്ട് ലെങ്ത്ത്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. 7 ഇഞ്ചാണ് ഷോൾഡർ. ആം ഹോളും 7 ഇഞ്ചാണ്. പക്ഷേ ഞാൻ 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഷോൾഡർ ഒരു 1/2 ഇഞ്ച് ചരിച്ച് വരയ്ക്കുന്നത് കൊണ്ട് 7.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ എൻ്റെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാണ്. 9 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് വെച്ചിട്ട് 11 ഇഞ്ച്. പിന്നെ ഷേപ്പ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് 13 ഇഞ്ച്. പിന്നെ 8.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും. ഇനി നമുക്ക് ആ അളവൊന്ന് ചേർത്ത് വരയ്ക്കാം. പിന്നെ താഴേക്ക്, അതായത് താഴ്ഭാഗത്തേക്ക് ഞാൻ കറക്റ്റ് നേരത്തെ മുകളിൽ കൊടുത്ത 9 ഇഞ്ച് തന്നെയാണ് താഴേക്കും കൊടുക്കുന്നത്. ഷേപ്പിൽ മാത്രമാണ് 8.5 ഇഞ്ച് കൊടുക്കുന്നത്. താഴേക്ക് 9 ഇഞ്ചാണ് കൊടുക്കുന്നത്. ചെസ്റ്റിൻ്റെ അവിടേക്കും 9 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് 1/2 ഇഞ്ചിൽ ഷോൾഡർ ഒന്ന് ചെരിച്ച് വരയ്ക്കാം. ഞാനിവിടെ നെക്ക് വിഡ്ത്തായിട്ട് കൊടുത്തിട്ടുള്ളത് 3.25 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. കാരണം 3.5 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ 1/4 ഇഞ്ച് നമ്മൾ മടക്കി തയ്ക്കുമ്പം പോകും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ആദ്യമേ കണക്കാക്കിയിട്ട് വേണം നമ്മൾ നെക്ക് വിഡ്ത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ 3.5 ഇഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് 3.25 കൊടുത്തു. അതിൽ നിന്ന് 1/2 ഇഞ്ചിലേക്ക് ഷോൾഡർ മാർക്ക് ചെയ്തു. ഇനി ഞാനിവിടെ ആം ഹോൾ 1.5 ഇഞ്ചിലേക്ക് കുഴിച്ച് വരയ്ക്കുന്നുണ്ട്. 1/2 ഇഞ്ചിൽ ഫ്രണ്ടിലെ ആം ഹോളും കൂടി കുഴിച്ച് വരച്ചെടുക്കുന്നുണ്ട്. നെക്ക് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല. നെക്ക് ഞാൻ വേറെ ക്യാൻവാസ് പേപ്പറിലാണ് കട്ട് ചെയ്യുന്നത്. നമുക്ക് ഈ മാർക്ക് ചെയ്ത അളവിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം മൊത്തമായിട്ടുള്ള ആം ഹോൾ കട്ട് ചെയ്യുക. എന്നിട്ട് ബാക്കിലെ പീസ് മാറ്റിയതിന് ശേഷം ഫ്രണ്ട് ആം ഹോളും 1/2 ഇഞ്ചിൽ കുഴിച്ചിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്യാം. ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ കട്ടിങ് നോക്കാം. സ്ലീവിൻ്റെ ലെങ്ത്ത് ഇവിടെ 12 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതിന്ന് ഞാൻ, അതായത് ഓപ്പണിംഗ് അല്ലാത്ത ഭാഗത്തു നിന്ന് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നുണ്ട്. കാരണം ആ ഭാഗത്താണ് നമ്മൾ പ്രിൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് ഓപ്പണിംഗ് ഉള്ള ഭാഗത്തു നിന്ന് ഒരു 3 ഇഞ്ച് മുകളിൽ നിന്ന് താഴോട്ടേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ആ ഭാഗത്തേക്കാണ് നമ്മൾ കുഴിച്ച് വരയ്ക്കുക. അവിടുന്ന് 2 ഇഞ്ച് നമ്മൾ മാർജിനും മാർക്ക് ചെയ്തതിന് ശേഷം ബാക്കി ഞാൻ സ്ലീവ് സാധാരണ എങ്ങനെയാണോ നമ്മൾ കുഴിച്ച് വരയ്ക്കുന്നത് അതേപോലെ സ്ലീവ് നോർമലായിട്ട് കുഴിച്ച് വരയ്ക്കുന്നുണ്ട്. ഇത് നോർമലായിട്ട് നമ്മൾ സ്ലീവിന് എത്രയാണോ അളവെടുക്കുന്നത് അതിൽ നിന്ന് 4 ഇഞ്ച് ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എക്സ്ട്രാ എടുക്കുക. അതിനനുസരിച്ചിട്ട് പ്രിൽസ് കൂടുന്നു മാത്രം. ബാക്കി താഴെയുള്ള അളവ് മാർക്ക് ചെയ്തിട്ട് താഴത്തെ വണ്ണം കൂടി മാർക്ക് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അളവിലൂടെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ 4 ഇഞ്ച് മാർക്ക് ചെയ്ത 2 ഭാഗത്ത്, അതായത് മുകളിലും താഴെയും നമുക്ക് ഓരോ ചെറിയ ചെറിയ കട്ട് കൊടുക്കാം. കാരണം നമുക്ക് എവിടെയാണ് പ്രിൽസ് ഇടേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കാം. ഒന്ന് കൂട്ടി പിടിച്ചിട്ട് കുഞ്ഞു കട്ട് കൊടുത്താൽ മതി. നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു കട്ട് ഈ 2 ഭാഗത്തും കട്ട് കൊടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ഇത്രയും ഭാഗത്താണ് നമുക്ക് പ്രിൽസ് ഇടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു കട്ട് അവിടെ കൊടുക്കുന്നത്. ഇനി നമുക്ക് ക്യാൻവാസ് പേപ്പർ എടുക്കാം നെക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്യാൻവാസ് പേപ്പർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നെക്ക് വിഡ്ത്തിനേക്കാളും 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം. വിഡ്ത്ത് 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയെടുക്കണം. ലെങ്ത്തും അതുപോലെ നമ്മൾ എത്രയാണോ ഇറക്കം കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതിനേക്കാളും 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് വേണം നമ്മൾ ക്യാൻവാസ് പേപ്പർ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിവിടെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു 3.25 മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 3.25 മാർക്ക് ചെയ്തു. പിന്നെ ഫ്രണ്ട് നെക്ക് വന്നിട്ട് 6.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ആ 6.5 ഇഞ്ചും കൂടി ഞാൻ മാർക്ക് ചെയ്തിട്ട് ഞാനിതൊന്ന് ബോക്സ് ആക്കി വരച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് മുകളിൽ നിന്നൊരു 4.5 ഇഞ്ച് ഇവിടെ ഒരു പോയിൻ്റായിട്ട് മാർക്ക് ചെയ്യുക. ഈ 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ പോയിൻറ്റിലേക്ക് നമ്മൾ നേരത്തെ ഓൾറെഡി 6.5 ഇഞ്ചാണല്ലോ ടോട്ടൽ ലെങ്ത്ത് പറഞ്ഞത്. ആ ടോട്ടൽ ലെങ്ത്തിലേക്ക് നമ്മളൊരു കർവ് പോലെ വരയ്ക്കുകയാണ്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ ഈ 2 പോയിൻറ്റും കൂടി ജസ്റ്റ് ഒന്ന് കറക്റ്റ് സ്ട്രെയിറ്റായി വരയ്ക്കാതെ ഒന്ന് ഒരു കർവായിട്ട് വരച്ചെടുക്കുകയാണ്. അപ്പോൾ നെക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇനി നമ്മൾ ആ പോയിൻറ്റിൽ നിന്ന് 2 പോയിൻറ്റിൽ നിന്ന് ഓരോ ഇഞ്ച് വീതം മാർക്ക് ചെയ്തിട്ട് അവിടേക്ക് ഇതേ ഷേപ്പിൽ തന്നെ മാർക്ക് ചെയ്യുക. അപ്പോൾ ആ ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത്. ഇപ്പം മുകളിൽ കാണുന്ന ഭാഗം നമ്മൾ, അതായത് നല്ല പീസിൻ്റെ മുകളിൽ വെച്ച് അടിച്ചതിന് ശേഷമാണ് അത് കട്ട് ചെയ്യുക. അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇനി നമുക്ക് ബാക്ക് നെക്ക് കൂടി ഒന്ന് ഇതേപോലെ ക്യാൻവാസ് പേപ്പറിൽ കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഞാൻ പേപ്പർ 2 ആക്കി മടക്കിയിട്ടുണ്ട്. 3.25 ഇഞ്ച് വിഡ്ത്ത് കൊടുക്കുന്നുണ്ട്.
ലെങ്ത്ത് കൊടുക്കുന്നത് 7 ഇഞ്ചാണ്. ഞാൻ കറക്റ്റ് ഒരു വി ഷേപ്പിലെ നെക്കാണ് ബാക്കിൽ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കറക്റ്റ് ആ 2 പോയിൻറ്റും കൂടി ഒന്ന് ചേർത്ത് വരയ്ക്കുന്നുണ്ട്. ഒപ്പം ഓരോരോ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് എക്സ്ട്രാ കൊടുത്തിട്ട് ആ പോയിൻറ്റും വരയ്ക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഉള്ളിലുള്ള പീസ് നമ്മൾ നല്ല തുണിയിലാണ് പിന്നെ കട്ട് ചെയ്യുക. അത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതാണ് നമ്മളെ ബാക്ക് നെക്ക്. 3.25 ഇഞ്ചാണ് വിഡ്ത്ത്, 7 ഇഞ്ചാണ് ലെങ്ത്ത്. അപ്പോൾ ഇതാണ് നമ്മളെ ബാക്ക് നെക്ക്. ഇനി ഫ്രണ്ട് നെക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ താഴേക്ക് ഞാനിവിടെ 4.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 6.5ലേക്കാണ് നമ്മൾ ഒരു കർവാക്കി വരയ്ക്കുന്നത്. അവിടെയും 3.25 ഇഞ്ച് തന്നെയാണ് വിഡ്ത്ത്. അപ്പോൾ ഇതാണ് നമ്മളെ 2 നെക്കും, ഫ്രണ്ടും ബാക്കും. ഇനി നമുക്ക് നല്ല മെറ്റീരിയലിൻ്റെ മുകളിൽ ഈ ക്യാൻവാസ് പേപ്പർ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള അതേ നല്ല മെറ്റീരിയൽ ഒന്ന് കവർ ചെയ്തെടുക്കണം. എന്നിട്ട് നല്ല തുണീൻ്റെ മുകളിൽ നല്ല വശം വരുന്ന രീതിയിൽ കറക്റ്റ് സെൻറ്ററിൽ ഒരു സ്റ്റിച്ച് ആദ്യം കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഷേപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഷേപ്പിനനുസരിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്യാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ രണ്ടും ചെയ്യുക. ഫ്രണ്ട് നെക്കും ചെയ്യുക, ബാക്ക് നെക്കും ചെയ്യുക. കറക്റ്റ് സെൻറ്ററിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുക. പിന്നെ നമ്മളെ ഷേപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഷേപ്പിനനുസരിച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും, ഫ്രണ്ടിൽ ഞാനൊരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഷേപ്പ് അനുസരിച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമ്മളെ ഷേപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ ഒരു 1/4 ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുത്തിട്ട് ഈ ഒരു ഭാഗം നമ്മളൊന്ന് മറിച്ചെടുക്കുക. മറിച്ചെടുക്കുമ്പോൾ നമ്മൾ നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ അത് പതിച്ചടിക്കും കൂടി ചെയ്താൽ മതിയാവും. ഇതുപോലെ തന്നെ ബാക്ക് നെക്കും കൂടി ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും നെക്ക്. ഫ്രണ്ട് നെക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് പതിച്ചടിക്കണം. ഇതുപോലെ ബാക്ക് നെക്കും നമുക്ക് ചെയ്തെടുത്തിട്ട് വരാം. നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ താഴെ റെഡ് കളർ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും. ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ടടുത്തായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നല്ല പീസിന് മുകളിൽ നല്ല മെറ്റീരിയൽ വരുന്ന രീതിയിൽ നമ്മൾ ഈ ഫ്രണ്ട് പീസും ബാക്ക് പീസും വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യാം. പിന്നെ നമുക്കിൻ്റെ സ്ലീവാണ്. സ്ലീവ് ഈ നേരത്തെ പറഞ്ഞു ഈ കട്ട് കൊടുക്കണം. ഈ കട്ട് കൊടുത്ത അത്രയും ഭാഗത്താണ് നമ്മൾ പ്രിൽസ് ഇടേണ്ടത്. മാക്സിമം എത്രത്തോളം കുഞ്ഞു കുഞ്ഞു പ്രിൽസ് ഇടാൻ പറ്റുമോ അത്രത്തോളം കുഞ്ഞു കുഞ്ഞു പ്രിൽസ് ഇട്ടെടുത്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് പ്രിൽസ് ഇട്ടെടുക്കാം. നമ്മൾ ഈ മെറ്റീരിയൽ അടിച്ചെടുക്കുമ്പോൾ ഈ നൂലിങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സാധാരണ നോർമൽ സ്റ്റിച്ചിങ് മെഷീനിൽ എങ്ങനെയാണ് ഇൻ്റർലോക്ക് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം. നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതൊരു പ്രിൻസസ് കട്ട് കൊടുത്തിട്ടുള്ള ഒരു ബ്ലൗസാണ്. പക്ഷേ ഞാൻ കട്ട് ചെയ്യുന്നില്ല, മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് അടിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്കും 4 ഇഞ്ച് വീതം മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മുകളിൽ നിന്ന് ഷോൾഡറിന് താഴേക്ക് നമ്മൾ ബ്രസ്റ്റിൻ്റെ അവിടേക്ക് 10.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പോയിൻ്റ് അവിടെ മാർക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു 4 ഇഞ്ച് സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്കും മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് 1 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ആ മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്ന് 2.5 ഇഞ്ച് മേലോട്ടേക്ക് മാർക്ക് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ ആം ഹോളിൻ്റെ അവിടെ നിന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ എല്ലാ പോയിൻറ്റ്സും കൂടി ഒന്ന് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് ചേർത്ത് വരയ്ക്കുകയാണ്. ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സ്പീഡിൽ പറഞ്ഞു പോകാണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും നമ്മൾ ആ വരച്ചെടുത്ത പോയിൻ്റ്. ഇങ്ങനെയാണ് നമ്മൾ ആ പോയിൻ്റ് വരച്ചെടുക്കുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതേ ഷേപ്പിലാണ് നമ്മളിത് അടിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ആം ഹോളിൻ്റെ അവിടെ നിന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് അതായത് നമ്മൾ ബ്രസ്റ്റിൻ്റെ അവിടേക്ക് 10.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പം നമുക്കൊരു പോയിൻ്റ് ആ 2 പോയിൻറ്റും കൂടി കിട്ടും. പിന്നെ സെൻറ്ററിൽ നിന്ന് 4 ഇഞ്ച് ആണ് ഇങ്ങോട്ടേക്കുള്ള മാർക്ക് ചെയ്യേണ്ടത്. അതും നമ്മൾ മാർക്ക് ചെയ്യുക. പിന്നെ അവിടേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. മുകളിലേക്ക് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ ഒന്ന് വരച്ചെടുക്കുക. ഇതേ ഷേപ്പിലൂടെ ഒരു 1/4 ഇഞ്ചിലൊന്ന് ജസ്റ്റ് കൂട്ടി പിടിച്ചിട്ട് ഒന്ന് അടിക്കുക. കട്ട് ചെയ്തിട്ട് ചെയ്യേണ്ടവർക്ക് കട്ട് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ കട്ട് ചെയ്യാണ്ടാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ഇതേ ഷേപ്പിലൂടെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ബാക്കോട്ടേക്ക് അടിച്ചിട്ടൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും നമ്മൾ അടിച്ചെടുക്കുമ്പോൾ. ഇങ്ങനൊരു ഷേപ്പ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇനി അതല്ല ഇത് കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം. ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. 2 വശവും ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്ന് സ്ലീവും കൂടി അറ്റാച്ച് ചെയ്യാം. സ്ലീവിൻ്റെ കറക്റ്റ് സെൻറ്റർ കട്ട് ചെയ്യുക. ഷോൾഡറിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ
നല്ല വശത്തിന് മുകളിൽ നല്ല വശം വരുന്ന പോലെ വയ്ക്കുക. എന്നിട്ട് അടിച്ചെടുക്കുക. ആദ്യം ഒരു സൈഡിലേക്ക് അടിക്കുക, പിന്നെ അപ്പുറത്തെ സൈഡിലേക്ക് അടിക്കുക. ഇതുപോലെ തന്നെ 2 സ്ലീവും ചെയ്യുക. ഞാനിവിടെ 2 സ്ലീവും അടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവിൻ്റെ താഴ്വശം 2 മടക്ക കൊടുത്തിട്ട് അടിച്ചിട്ടുണ്ട്. പിന്നെ ബ്ലൗസിൻ്റെ താഴ്വശം അടിച്ചിട്ടുണ്ട്. അതും കൂടി ഞാനതിൽ കാണിച്ചിട്ടില്ല. വീഡിയോ ലെങ്ത് ഇപ്പം തന്നെ ഒത്തിരി കൂടിയത് കൊണ്ടാണ്. നിങ്ങളത് ചെയ്തെടുക്കുക. ഇനി നമ്മളിത് കറക്റ്റ് മറിച്ചിടുക. അതായത് ചീത്ത വശത്തേക്ക് മറിച്ചിടുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഓൾറെഡി ഷേപ്പ് മാർക്ക് ചെയ്തിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ അതേ ഷേപ്പ് കൊടുത്തിട്ട് ഒന്ന് സൈഡോടി അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ബ്ലൗസ് ഇവിടെ ക്രോപ്പ് ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. നോട്ടിഫിക്കേഷൻ ബെല്ല് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്കും സജഷൻസും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.